പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 164, സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് ഓൾറെഡി ഹൈഡ്രോകാർബൺസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാനുള്ളത് സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് ഫോമിലുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. യു ആർ ഫെമിലിയർ വിത്ത് ന്യൂമറസ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ഹാവിംഗ് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. അതായത് നമ്മൾ പലവിധം ഓപ്പൺ ചെയിൻ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ വരുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. നോട്ടീസ് ദ സ്ട്രക്ചർ ഓഫ് എ ഫ്യൂ കാർബൺ കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് കാർബൺ കോമ്പൗണ്ട്സ് ഫിഗർ 8.7 കൊടുത്തിട്ടുണ്ട്. ആ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റ് 4 കാർബണാറ്റ് അടങ്ങിയ സ്ട്രക്ചറാണ്, ദെൻ 6 കാർബണാറ്റ് അടങ്ങിയ സ്ട്രക്ചറാണ് സെക്കൻഡും തേർഡും വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദീസ് കാർബൺ കോമ്പൗണ്ട്സ്. ഈ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് സ്ട്രക്ചറിലുള്ള പ്രത്യേകത പറഞ്ഞാൽ ദേ ആർ സൈക്ലിക് കോമ്പൗണ്ട്സ്. അവ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. കാർബൺ ആറ്റം ഹാസ് ദ അബിലിറ്റി ടു കമ്പൈൻ വിത്ത് വൺ അനദർ ടു ഫോം സൈക്ലിക് കോമ്പൗണ്ട്. കാർബൺ ആറ്റത്തിനുള്ള ഒരു പ്രത്യേകതയാണ്, അതായത് മറ്റ് കാർബൺ ആറ്റവുമായി കമ്പൈൻ ചെയ്തിട്ട് അവിടെ സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവാണ് കാർബണിന് ഉള്ളത്. സൈക്ലിക് ഹൈഡ്രോകാർബൺസ് കോമ്പൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, നെയിംലി ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്. ഈ സൈക്ലിക് ഹൈഡ്രോകാർബണിനെ തന്നെ, ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയ കോമ്പൗണ്ട്, അത് സൈക്ലിക് ഫോമിലാണെങ്കിൽ അതിനാണ് നമ്മൾ സൈക്ലിക് ഹൈഡ്രോകാർബൺ എന്ന് പറയും. ഇവയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആലിസൈക്ലിക് കോമ്പൗണ്ട് എന്നും ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കാം. ആലിസൈക്ലിക് കോമ്പൗണ്ട്. Alicyclic hydrocarbons are cyclic hydrocarbons similar to open chain hydrocarbon like alkane, alkene and alkyne. അതായത് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിക് ഹൈഡ്രോകാർബൺ ആണ്. അതായത് ആൽക്കീൻ പോലെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതായത് അവ സൈക്ലിക് രൂപത്തിലാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ സ്ട്രക്ചർ ആൻഡ് IUPAC നെയിം ഓഫ് സം ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ. റൈറ്റ് ദെയർ മോളിക്കുലർ ഫോർമുല. ദെൻ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് സൈക്ലോപ്രൊപ്പൈൻ ആണ്. അഥവാ 3 കാർബണാറ്റ് അടങ്ങിയ ഒരു ചെയിനാണല്ലോ നമ്മൾ പ്രൊപ്പൈൻ എന്ന് പറയാം. അത് സൈക്ലിക് സ്ട്രക്ചറിലാണെങ്കിൽ അതിന് നമ്മൾ സൈക്ലോപ്രൊപ്പൈൻ എന്നാണ് പറയുന്നത്. അതായത് അതിലുള്ള മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C3H6 ആണ്. 3 കാർബണും 6 ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ. നെക്സ്റ്റ് 4 കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സൈക്ലോബ്യൂട്ടൈൻ എന്നാണ് ആ ഒരു സ്ട്രക്ചറിൻ്റെ IUPAC നെയിം. അതായത് 4 കാർബൺ ഉണ്ട്, 8 ഹൈഡ്രജൻ ഉണ്ട്. അതായത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ടാണ് ബ്യൂട്ടൈൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ദെൻ അത് സൈക്ലിക് രൂപം ആയതുകൊണ്ട് സൈക്ലോ എന്ന് കൂടെ ആഡ് ചെയ്തിട്ട് പറയും. നമ്മൾ ഈ സൈക്ലിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കുന്ന സമയത്ത് അതിന് പ്രിഫിക്സ് ആയിട്ട്, അതായത് വേർഡ് റൂട്ടിന് മുന്നേ സൈക്ലോ എന്ന് കൂടെ ചേർത്തിട്ടാണ് അതിന് നെയിം ചെയ്യുക, IUPAC നെയിം കൊടുക്കുന്ന സമയത്ത്. ദെൻ നെക്സ്റ്റ് സൈക്ലോ ബ്യൂട്ടീനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 4 കാർബണാറ്റ് ആയതുകൊണ്ട് ബ്യൂട്ട് എന്ന് കൊടുക്കും. അതിലൊരു ഡബിൾ ബോണ്ട് കൂടെ വന്നതുകൊണ്ട് സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ് IUPAC നെയിം. അതായത് സൈക്ലിക് ഫോം ആയതുകൊണ്ട്. ദെൻ അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C4H6 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സൈക്ലോപെൻറ്റീൻ എന്ന് വരാൻ കാരണം സൈക്ലിക് ഫോമിലായതുകൊണ്ട് സൈക്ലോ എന്ന് ചേർത്തു. ദെൻ 5 കാർബണാറ്റ് ആയതുകൊണ്ട് പെൻറ്റ് വേർഡ് റൂട്ട്, ദെൻ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് പെൻറ്റീൻ. സോ സൈക്ലോപെൻറ്റീൻ. C5H8 ആണ് മോളിക്കുലർ ഫോർമുല. ദെൻ നെക്സ്റ്റ് സൈക്ലോഹെക്സൈൻ ആണ്. അതിൽ 6 കാർബണാറ്റ് ആയതുകൊണ്ട് ഹെക്സ് വേർഡ് റൂട്ട്, ദെൻ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, സൈക്ലിക് സ്ട്രക്ചർ ആയതുകൊണ്ട് സൈക്ലോഹെക്സൈൻ. മോളിക്കുലർ ഫോർമുല C6H12. ഹൗ ആർ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് നെയിംഡ്? എങ്ങനെയാണ് ഈ ആലിസൈക്ലിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കുന്നത്? ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി നെയിംഡ് ബൈ ആഡിങ് ദ ടേം സൈക്ലോ ആസ് പ്രിഫിക്സ് അലോങ് വിത്ത് ദ IUPAC നെയിം ഓഫ് ദ ഹൈഡ്രോകാർബൺ. അതായത് നമ്മൾ ഓൾറെഡി വേർഡ് റൂട്ടും ANEയോ ENEയോ അല്ലെങ്കിൽ YNEയോ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോകാർബൺസിന് നെയിം ചെയ്യുന്നത്. ആ ഹൈഡ്രോകാർബണിൻ്റെ പേരിൻ്റെ കൂടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സൈക്ലോ എന്ന് കൂടെ ചേർക്കുക. അതായത് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപേ ചേർക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഹൈഡ്രോകാർബണിൻ്റെ നെയിമിൻ്റെ IUPAC നെയിമിൻ്റെ മുന്നേ സൈക്ലോ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആലിസൈക്ലിക് കോമ്പൗണ്ടിന് നെയിം ചെയ്യുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക് കോമ്പൗണ്ട് ഹാവിങ് എ യുണീക്ക് അരോമ. അതായത് ആരോമാറ്റിക് കോമ്പൗണ്ട്സും സൈക്ലിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ഇതിലൊരു അരോമ ഉണ്ടായിരിക്കും. അതായത് ഒന്ന് ഡബിൾ ബോണ്ട് വരുന്ന സ്ട്രക്ചറിനാണ് അരോമ എന്ന് പറയുന്നത്. ദെൻ ബെൻസീൻ ഈസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട് ഹാവിങ് ഇൻഡസ്ട്രിയൽ സിഗ്നിഫിക്കൻസ്. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ് ബെൻസീൻ. അതിൻ്റെ സ്ട്രക്ചർ ഫിഗർ 8.9 കൊടുത്തിട്ടുണ്ട്. ദെൻ റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ. C6H6 ആണ് ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല.
Naphthalene is another aromatic hydrocarbon with a characteristic odor and a white crystalline form. നാഫ്തലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. ഇതിനൊരു പ്രത്യേക സ്മെല്ലും അതേപോലെ ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോമും ആയിരിക്കും. 2 ബെൻസീൻ റിങ്സ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ടു ഫോം ഇ സ്ട്രക്ചർ. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബെൻസീൻ റിങ് കമ്പൈൻ ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, നാഫ്തലിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് എ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ മോത്തബോൾ. പാറ്റഗുളിക എന്ന് പറയില്ലേ, ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ത്, നാഫ്തലിൻ എന്ന് പറയുന്നത്. ദ സ്ട്രക്ചർ ഓഫ് നാഫ്തലിൻ ഈസ് ഗിവൺ. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് നാഫ്തലിൻ C10H8. അപ്പോൾ ബെൻസീൻ്റെയും നാഫ്തലിൻ്റെയും സ്ട്രക്ചർ നല്ലപോലെ വരച്ച് പഠിക്കണം. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. നാഫ്തലിനൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് 2 ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്താലാണ് എന്ത് ചെയ്യുക, നാഫ്തലിൻ ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് ക്യാറ്റിനേഷൻ. ക്യാറ്റിനേഷൻ ഈസ് ദ അബിലിറ്റി ഓഫ് ദ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽഫ്. അതായത് ക്യാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന് അതേ എലമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ആ എലമെൻറ്റ് ഒരേ ടൈപ്പ് എലമെൻറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്യാനുള്ള കഴിവിനാണ് ക്യാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാർബൺ ഹാസ് എ ഹൈ അബിലിറ്റി ഓഫ് ക്യാറ്റിനേഷൻ. കാർബൺ ഈ ക്യാറ്റിനേഷനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ദിസ് അബിലിറ്റി ഓഫ് കാർബൺ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ നാച്ചർ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, പീരിയോഡിക് ടേബിളിൽ ബാക്കി എല്ലാ എലമെൻസിൻ്റെ കോമ്പൗണ്ട് കൂട്ടി നോക്കിയാലും കാർബൺ കോമ്പൗണ്ടിന് 1/10 മാത്രം, 10 മാത്രമേ വരൂ. അത്രത്തോളം കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. കാർബൺ കോമ്പൗണ്ട്സ് ഇത്രയധികം ഉണ്ടാവാൻ കാരണം, പ്രകൃതിയിൽ ഉണ്ടാവാൻ കാരണം കാർബണിൻ്റെ ഈ ക്യാറ്റിനേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഞാൻ അതായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. ഒരു ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH, CH2 CH3. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. C4H8. ഇതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് എ സൈക്ലിക് കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഇതേ മോളിക്കുലർ ഫോർമുല വരുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. കമ്പയർ ദിസ്. ഇവിടെ 2 ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, കോമ്പൗണ്ട് എയും ബിയും. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ബെൻസീനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് കോമ്പൗണ്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ടാണ്. ബെൻസീൻ റിങ്ങിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഡബിൾ ബോണ്ട് കാണപ്പെടും. ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമാണ്. ബെൻസീനും അതേപോലെ സൈക്ലോഹെക്സൈനിലും 6 കാർബണാറ്റാണ് അടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. ദെൻ യു ഹാവ് സീൻ ദാറ്റ് ദി നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഈസ് വെരി ഹൈ. ലിസ്റ്റ് ദ റീസൺ ഫോർ ദിസ്. അതായത് നമുക്കറിയാം കാർബൺ കോമ്പൗണ്ട്സിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്യാറ്റിനേഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാറ്റിനേഷൻ ഈസ് ദ അബിലിറ്റി ഓഫ് ദി ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽഫ്. കാർബൺ ഹാസ് എ ഹൈ അബിലിറ്റി ഫോർ ക്യാറ്റിനേഷൻ. അതായത് കാർബണിൻ്റെ കോമ്പൗണ്ടിന് കാർബൺ എലമെൻസിന് മറ്റ് കാർബൺ എലമെൻറ്റുമായിട്ട് കൂടിച്ചേരാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ടാണ് ഇത്രത്തോളം കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞത്. അതിൻ്റെ നമ്പർ ഈസ് വെരി ഹൈ. ദ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട് ഈസ് വെരി ഹൈ. ഇന്നത്തെ ക്ലാസ് ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് ഈ ടോപ്പിക്ക് ഓർഗാനിക് കെമിസ്ട്രി അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.